നടൻ ദിലീപ് എട്ടാം പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസ് ഇന്ന് വീണ്ടും വിചാരണ കോടതി പരിഗണിക്കും. വർഷങ്ങളോളം നീണ്ട പ്രക്രിയയ്ക്കൊടുവിൽ കേസിലെ അന്തിമവാദം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. പ്രോസിക്യൂഷൻ ആരോപണങ്ങളിൽ സംശയ നിവാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാ നടപടികളും പൂർത്തിയാക്കി അടുത്ത മാസത്തോടെ തന്നെ വിധി ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട ദിലീപിന്റെ വിധി എന്താകും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒന്നാം പ്രതിയായ പൾസർ സുനിയുടെ മൊഴിയടക്കം സുപ്രധാന തെളിവുകൾ ദിലീപിനെതിരെ ഉണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വാദം. എന്നാൽ താരത്തിനെതിരെ ഒരു തെളിവും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും അന്വേഷണ സംഘം കൃത്രിമ തെളിവുമാണ് സൃഷ്ടിക്കുന്നതെന്ന് ശ്രമിക്കാനെന്നും പ്രതിഭാഗം വാദവും. 2017 ഫെബ്രുവരിയിലാണ് കേരളത്തെ ഞെട്ടിച്ച ആക്രമണം ഉണ്ടാകുന്നത്. കൊച്ചിയിലെ തിരക്കേറിയ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നടി അതിക്രൂരമായി ആക്രമിക്കപ്പെടുകയായിരുന്നു. നടിയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെ 9 പേരാണ് പ്രതികളായിട്ടുള്ളത്. ആദ്യ കുറ്റപത്രത്തിൽ ദിലീപ് പ്രതിയായിട്ടില്ലെങ്കിലും വിശദമായ അന്വേഷണത്തിനൊടുവിൽ അദ്ദേഹത്തെ പ്രതി ചേർക്കുകയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. 85 ദിവസത്തോളം റിമാൻഡ് തടവുകാരനായി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നത്. 7 വർഷത്തോളം നീണ്ടുനിന്ന ജയിൽവാസത്തിന് ശേഷം പൾസർ സുനി നേരത്തെ പുറത്തിറങ്ങിയിരുന്നു. ഇതോടെ കേസിലെ പ്രതികളെല്ലാം തന്നെ ഇപ്പോൾ ജാമ്യത്തിന് പുറത്താണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു കർശന വ്യവസ്ഥയോടെ സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. രണ്ടുപേരെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ഒരാളെ കേസിൽ മാപ്പുസാക്ഷിയാക്കുകയും ചെയ്തിട്ടുണ്ട്. തന്റെ വിവാഹബന്ധം താറുമാറാക്കാനുള്ള വൈരാഗ്യത്തിന്റെ പുറത്താണ് ദിലീപ് നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. പൾസർ സുനി ജലീലിൽ നിന്ന് എഴുതിയ കത്താണ് കേസിൽ നിർണായകമായത്. ദിലീപിന് എഴുതിയ കത്തിൽ കേസിലെ നടന്റെ പങ്കിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് കേസിൽ ദിലീപ് അറസ്റ്റിലാകുന്നത്. നടിയെ ആക്രമിക്കാൻ വാടക ഗുണ്ടകളെ ഏർപ്പെടുത്തുകയും ഇത് ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ കുറ്റങ്ങളും പ്രോസിക്യൂഷൻ വാദിക്കുന്നു. കേസിൽ CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ തള്ളിയിരുന്നു. കേസിൽ വിചാരണ അന്തിമഘട്ടത്തിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ജസ്റ്റിസ് AM മുഹമ്മദ് മുസ്താഖ്, P കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയത്.